സ്വകാര്യ ബസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോ ട്രാൻസ്പോർട്ട് കമ്പനി CITൻ്റെ സെക്രട്ടറിയാണ്. വർഷങ്ങളോളമായി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്തത്, തൊഴിലാളികൾ ജോലി വിട്ട് മറ്റ് ജോലിക്ക് പോകുന്നത്, തൊഴിലാളിക്ക് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക സൗകര്യം ചെയ്യാനോ ഉള്ള നിവൃത്തികളുണ്ട് നിരവധി ആക്ഷേപങ്ങളാണ് വർഷങ്ങളോളം കൊണ്ടുവന്നത്. സാധാരണ നിലയിൽ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജോലി സ്ഥിരതയ്ക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കലെങ്കിൽ ഇപ്പോൾ ഗതാഗത കുരുക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. അപ്പോൾ തൊഴിലാളികൾ എങ്ങനെയെങ്കിലും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുമേഷിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ വരുന്നത്. നമ്മൾ നിരവധി ചർച്ചകൾ നടത്തിയപ്പോൾ ചെറിയ ചെറിയ ഉടക്കുകൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഉടമകൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ ഒരു ട്രിപ്പിന് പോകുമ്പോൾ 10 കിലോമീറ്ററിന് വരുമ്പോൾ മാസവും കൊല്ലത്തിൻ്റെ പൈസ അവർ കണക്ക് കൂട്ടിയത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് എണ്ണ ചെലവ് കൂടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇപ്പോൾ PSC ടെസ്റ്റിന് വരെ ആൾ പോയിട്ട് മടങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം അങ്ങോട്ട് ഭാഗത്ത് പോകുമ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പേ പോകണം, എന്നാലേ എത്തും. ഈ ചർച്ചകൾ നടന്നുകൊടുക്കുമ്പോൾ തന്നെ അരമണിക്കൂർ മുമ്പേ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ചർച്ചേൻ്റെ വേദിയിൽ അരമണിക്കൂർ മുമ്പേ എത്തി. നമ്മൾക്ക് പഴയ ഓർമ്മയിൽ നമ്മൾ നേരത്തെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ ഈ വളഞ്ഞു പോകുന്നതിനെ പറ്റി തൊഴിലാളികൾ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ സുമേഷ് MLA പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ക്ഷമിക്കുക, ഒരാഴ്ച നമ്മളതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ വന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ മതി, ഇതിൽ മാറ്റം വരുത്തേണ്ട, മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ 2-5 മിനിറ്റ് ഇപ്പം കിട്ടും. സുമേഷ് MLA ഒരു യോഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ഇപ്പോൾ ഓടണം, അതേ സ്ഥാനത്ത് 3/4 മണിക്കൂറും 1 മണിക്കൂറും വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരാൾ പറഞ്ഞു എന്നാൽ ഞങ്ങളിത് വിടും, ഇത് ജനങ്ങൾ പ്രശ്നം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് ഇന്നത്തെ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഒപ്പം ഉണ്ടാവും, ആ പരിഷ്കരണമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പം മോട്ടോർ തൊഴിലാളികൾ ഇപ്പം ഹാപ്പിയാണ്. മോട്ടോർ തൊഴിലാളികൾ വകയാണ് ഇപ്പം കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത്. മോട്ടോർ തൊഴിലാളിയും കൂടി നേതാവ് ജനകീയ നേതാവായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധം സുമേഷ് അതിഗംഭീര വിജയത്തോടെ ജയിക്കണം എന്നാണ് നമ്മൾ മോട്ടോർ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്.